Good morning, all. Today we are taking the third chapter of Health and Nutrition. The chapter name is Food and Nutrition. എന്താണ് ഫുഡ്? നമുക്കറിയാം, നമുക്ക് വിശപ്പ് മാറ്റുന്നതിന് അല്ലെങ്കിൽ ദാഹം മാറ്റുന്നതിനായിട്ട് നമ്മൾ കഴിക്കുന്ന ഏതൊരു സാധനത്തിനെയും നമ്മൾ ഫുഡ് എന്നാണ് പറയുന്നത്. അത് നമ്മുടെ ലൈഫിൽ എന്താണ് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്? അതൊരു ബേസിക് നീഡാണ്, അല്ലെ? മനുഷ്യന്റെ ഏറ്റവും അത്യാവശ്യമായ ഒരു നീഡാണ് ഫുഡ് എന്ന് പറയുന്നത്. വിത്തൗട്ട് ഫുഡ് വി കാൺ ലീവ്. ഫുഡ് ഇല്ലാണ്ട് നമുക്ക് ഒത്തിരി നാളൊന്നും ജീവിച്ചിരിക്കാനായിട്ട് സാധിക്കില്ല, നമുക്കറിയാം. ഓക്കെ, അപ്പം ആ ഫുഡിന്റെ ഇമ്പോർട്ടൻസ് അതിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ്. It is a food is vital for body growth and development. Only nutritious food helps in proper growth, acts as energy supplier and supports body function. Children need nutrient-rich compact food. Lack of nutrients leads to retarded growth. Parents and teachers must ensure healthy food. കുട്ടികൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നുണ്ടോ എന്ന് ടീച്ചേഴ്സും പാരന്റ്സും ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കുട്ടികൾക്ക് കഴിക്കാൻ കൊടുക്കുക. അതിലൂടെ മാത്രമാണ് കുട്ടികളുടെ പ്രോപ്പർ ആയിട്ടുള്ള ഗ്രോത്തും ഡെവലപ്മെന്റും നടക്കുകയുള്ളൂ. ഈ എസെൻഷ്യൽ എലമെന്റ്സ് ഇൻ ഫുഡ്, ഫുഡിൽ അടങ്ങിയിട്ടുള്ള എസെൻഷ്യൽ എലമെന്റ്സ് എന്തൊക്കെയാ? നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. പ്രോട്ടീൻസ്, വൈറ്റമിൻസ്, കാർബോഹൈഡ്രേറ്റ്സ്, ഫാറ്റ്സ്, മിനറൽസ്. ഏതൊക്കെ തരത്തില് ഫുഡ് ഉണ്ട്? 3 types ഓഫ് ഫുഡ്. ഏതൊക്കെയാണ്? നമ്മൾ ഇതും ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. എനർജി സപ്ലൈയിങ് ഫുഡ് ഐറ്റംസ്, ബോഡി ബിൽഡേഴ്സ് ആൻഡ് പ്രൊട്ടക്റ്റീവ് ഫുഡ് ഐറ്റംസ്. ഇത് നമ്മൾ കഴിക്കുന്ന ഫുഡ് അനുസരിച്ചിട്ടാണ് നമ്മുടെ മെറ്റബോളിസം വർക്ക് ചെയ്യുന്നത്. The process of digestion of food in the body. Overeating should be avoided. Excess food leads to health problems. Food intake is measured in calories. Needs vary with age, sex, weight, activity. നമ്മൾ ഇതിൽ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഏജ് അനുസരിച്ചിട്ടും ഏജിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. അതുപോലെ നമ്മുടെ ജെൻഡർ അനുസരിച്ചിട്ട് പുരുഷന്മാർ കഴിക്കുന്ന എല്ലാ ഫുഡ് ഐറ്റംസും അല്ലെങ്കിൽ അത്രത്തോളം കാലറിയിലൊന്നും സ്ത്രീകൾക്ക് കഴിക്കേണ്ടി വരുന്നില്ല. പിന്നെ നമ്മളുടെ വെയിറ്റ് അനുസരിച്ചിട്ടും പിന്നെ ഓരോരുത്തർ ചെയ്യുന്ന ജോലി അനുസരിച്ചിട്ടും, അല്ലെ? അപ്പം ഓൾഡ് ഏജിലുള്ളവർക്ക് വ്യത്യാസങ്ങളുണ്ട്. കാരണം അവർക്ക് അവരുടെ ഡൈജഷനൊക്കെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടിട്ട് തന്നെ അവർ കഴിക്കുന്ന ഫുഡിലും വ്യത്യാസങ്ങൾ വരും. അതുപോലെ അഡൽട്ട് കഴിക്കുന്നതില്, കുട്ടികൾ കഴിക്കുന്ന, അപ്പൊ ഇതൊക്കെ നമ്മൾ എന്താണ്, ഏജിനും സെക്സിനും വെയിറ്റ് ആക്ടിവിറ്റിക്കൊക്കെ അനുസരിച്ചിട്ട് നമ്മൾ കഴിക്കുന്ന ഫുഡിലും വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. പിന്നെ അതിലെ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് മാൽ ന്യൂട്രീഷൻ ആണ്. ഏതായിരിക്കും? ലാക്ക് ഓഫ് ഫുഡാണ് എന്തിലേക്ക് നയിക്കുന്നത്? ലീഡ്സ് ടു മാൽ ന്യൂട്രീഷൻ. അണ്ടർ ന്യൂട്രീഷൻ ഉണ്ട്, ഓവർ ന്യൂട്രീഷൻ ഉണ്ട്, അല്ലെ? അണ്ടർ ന്യൂട്രീഷൻ എന്ന് പറയുന്നത് നമുക്ക് ന്യൂട്രീഷന്റെ ഡെഫിഷ്യൻസി കൊണ്ടുവരുന്നതാണ്. ഓവർ ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ ഓവറായിട്ട് നമ്മളെ എക്സസ് ഫുഡ് കഴിക്കുന്നതിലൂടെ വരുന്നതാണ് ഒബസിറ്റിയും ഡയബറ്റീസും ഒക്കെ. അപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതിന്റെയൊക്കെ ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഇതിന്റെയൊക്കെ ഒരു ആഫ്റ്റർ എഫക്ട്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇതിന്റെ കോസസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? പോവർട്ടി, പുവർ ഡയറ്റ് കൊണ്ടിട്ട്, ഇൽനെസ്, ഫുഡ് ഇൻസെക്യൂരിറ്റി ഒക്കെ കൊണ്ടിട്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഒബസിറ്റി, അതുപോലെ ഡയബറ്റീസ് ഒക്കെ വരുന്നത്. അതുപോലെ ഇതിന്റെ ഒരു ആഫ്റ്റർ എഫക്ട്സ് എന്ന് പറയുന്നത് സ്റ്റണ്ടഡ് ഗ്രോത്ത്, വീക്ക് ഇമ്മ്യൂണിറ്റി, ലോ പ്രൊഡക്ടിവിറ്റി. ഈ മാൽ ന്യൂട്രീഷന്റെ സിംറ്റംസ് എന്തൊക്കെയാണെന്ന് ഇനി പറയുന്നത്. അൺഎക്സ്പ്ലെയിൻഡ് വെയിറ്റ് ലോസ്, പെട്ടെന്നുള്ളൊരു വെയിറ്റ് ലോസ് വരുന്നത്. ഫാറ്റിക്, വീക്ക്നെസ്, ഹെയർ ലോസ് ആയിരിക്കും. ചിലപ്പോൾ ഡ്രൈ സ്കിൻ ആയിട്ട് വരും. സ്വെല്ലിംഗ് ഉണ്ടായിരിക്കും. പുവർ വൂണ്ട് ഹീലിംഗ്, ഗ്രോത്ത് ഡിലേസ് ഇൻ ചിൽഡ്രൻ. കുട്ടികളെ സംബന്ധിച്ചൊക്കെയാണെങ്കിൽ അവരെ ആ ഗ്രോത്തിന് ഏറ്റക്കുറച്ചിലുകൾ വരുന്നത്. ഇമ്മ്യൂണിറ്റി പവർ കുറവായിരിക്കും ഈ ന്യൂട്രീഷ്യസ് ഫുഡ് കഴിക്കാത്തത് കൊണ്ടിട്ട്. ഇനി എന്തൊക്കെയാണ് മാൽ ന്യൂട്രീഷന്റെ ട്രീറ്റ്മെന്റ്, പ്രിവെൻഷൻ എന്നൊക്കെ നമുക്ക് നോക്കാം. ബാലൻസ്ഡ് ഡയറ്റ് വിത്ത് പ്രോട്ടീൻസ്, കാർബ്സ്, ഫാറ്റ്സ്, വൈറ്റമിൻസ്, മിനറൽസ്. ഇതൊക്കെ അടങ്ങിയിട്ടുള്ള ഫുഡ് ഐറ്റംസ് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുക. സപ്ലിമെന്റേഷൻ ഓഫ് വൈറ്റമിൻസ് ആൻഡ് മിനറൽസ്, അതും നമുക്ക് സപ്ലിമെന്ററി ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക. എൻഷുറിംഗ് ആക്സസ് ടു ഫുഡ്, ന്യൂട്രീഷൻ എഡ്യൂക്കേഷൻ ആൻഡ് അവയർനെസ്. ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കഴിക്കേണ്ടതിന്റെ ആവശ്യകത നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിൽ പഠിച്ച പോലെ ഹെൽത്ത് അവയർനെസ് ക്ലാസ് ഒക്കെ കൊടുക്കുന്നതിലൂടെ കുട്ടികൾക്ക് അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പബ്ലിക് ഹെൽത്ത്, ഇക്കണോമിക് സപ്പോർട്ട് ആൻഡ് ഹെൽത്ത് കെയർ ആക്സസിലൂടെയൊക്കെ നമുക്ക് ഈ മാൽ ന്യൂട്രീഷനെ പറ്റിയുള്ള അവയർനെസ് കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കും.
കുട്ടികൾക്കും അതുപോലെ തന്നെ നമ്മൾ എന്താ പറയാ സമൂഹത്തിനും നമുക്കിത് കൊടുക്കാനായിട്ട് സാധിക്കും. ഇതൊക്കെയാണ് നമ്മൾ ഈ 3rd ചാപ്റ്ററിൽ ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ വരുന്നത്. അപ്പൊ ഇതിന്റെ അസൈൻമെന്റ്സും നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഇട്ട് തരുന്നതാണ്. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.